ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അജിൻ ഫയാസ് ഹിയർ. ഞാൻ അജ്മിൻ ഫയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയെങ്കിലും വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കണം, മുന്നോട്ട് പോകണം, നമ്മൾ ലെവലപ്പ് ആവണം. ഇപ്പം ഞാൻ സെക്കൻഡ് ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ഹീറോസിന് 3 ഉണ്ട്, കാണാം. ഇവർ 3 എനിക്കുള്ളത് ഇപ്പോൾ നിലവിൽ. അതിനകത്ത് ഓൾമോസ്റ്റ് ഞാൻ 12 അപ്ഗ്രേഡ് വരെ ചെയ്തിട്ടത് നമ്മുടെ 3ാമത് കിടക്കുന്നവനെയാണ്. പിന്നെ ഒരു അപ്ഗ്രേഡും ചെയ്യാതെ തന്നെ 135 ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ അടുത്തവന് 8 അപ്ഗ്രേഡ് ചെയ്തിട്ട് പക്ഷെ 155 ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവനായിട്ട് കളിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവനായിട്ട് കളിക്കാൻ പോവാണ്. ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ട്. റിവാർഡൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. 400 പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും സംഭവം കിട്ടിയിട്ടുണ്ട്. ബാക്ക് അടിക്കാം. ഹീറോസ് ഇവനെന്ത് 300 ഒരു അപ്ഗ്രേഡും കൂടി. ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ പോരി കളിയാ. അപ്പോൾ ഞാൻ 3 അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 150 ആയിട്ടുണ്ട്. അധികം വ്യത്യാസമൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം 3 അപ്ഗ്രേഡ് എന്നാലും ബെറ്ററാണ് എന്ന് ഞാൻ പറയുന്നത്. ഇവനിട്ട് തന്നെ കളിക്കണോ അതോ മറ്റവനിട്ട് കളിക്കണോ? ഇവനിട്ട് കളിക്കാം. ക്യാരക്ടർ മാറിയില്ല, സോറി. ക്യാരക്ടർ മാറി. പ്ലേ ചെയ്യാം. ഇതാണ് നമ്മുടെ ബേസ്. 3 ടീംമേറ്റ്സ്. അതിനകത്ത് ഓർമ്മ ഞാനാണ് കേട്ടോ. എപ്പോഴും മറന്നു പോകും ടീംമേറ്റ് പറയുമ്പോൾ. 3 എൻ്റെ ക്യാരക്ടറാണല്ലോ ഗൈസ്. 3 ഒരുമിച്ച് നിൽക്കാൻ നോക്കാം. ഇതുവരെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അവന്മാരെന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഇതെന്താണ്? ഓൾമോസ്റ്റ് നല്ല തോക്കാണ് എൻ്റെ കയ്യിരിക്കുന്നത്. നമ്മുടെ തോക്കൊക്കെ മേല് കാണാൻ പറ്റും. ഇതെന്താണ്? നമ്മുടെ സൈറ്റ്, നമ്മുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുമ്പത്തെ പല കളിയിലും ഞാൻ തോറ്റുപോയത്. എന്തായാലും എനിക്കൊന്നും ചെയ്യേണ്ടതല്ല, എനിക്ക് ടീമേറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതണക്ക് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കണം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ. കാരണം നമുക്ക് എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിരിക്കുന്ന തോക്ക് എന്ത് തരം തോക്കാന്ന് നോക്കണം. അതായത് കുഞ്ഞ് തോക്കാണെങ്കിൽ നമ്മൾ തോറ്റു പോകത്തുള്ളൂ. ഇപ്പോൾ കയ്യിലിരിക്കുന്ന കണക്കത്തെ തോക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ തോക്ക് എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ എനിമീസിനെ കൊല്ലാൻ പറ്റൂ. കാരണം ഫസ്റ്റൊക്കെ സിംഗിളായിട്ട് നിൽക്കുമെങ്കിലും പിന്നീട് വരുന്ന എനിമീസ് എന്ന് പറയുന്നത് ഗ്യാങ് ആയിട്ട് കൂട്ടം ചേർന്നേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ റാപ്പിഡ് ഫയർ ആയിട്ടുള്ള തോക്ക് തന്നെ വേണം. അതായത് ഒരു ഒറ്റ സെക്കൻഡിൽ തന്നെ ഒരു 10-20 ബുള്ളറ്റ് പോകുന്ന രീതിയിൽ. എന്തായാലും ഒരു ഗെയിം കൂടി നമുക്ക് കളിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിരിക്കുന്ന തോക്ക് ഇപ്പം അധികം ഗുണമൊന്നുമില്ലാത്ത സാധനമാണ്. പക്ഷെ അവന്മാരുടെയൊക്കെ കഴിക്കുന്ന കുറച്ചൊരു ബെറ്ററാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ തോക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്.
നമ്മുടെ സോൺ വന്ന് ക്ലോസ് ആവുന്നുണ്ട്. അയ്യോ നെറ്റ് പോയി ഗായ്സ്. ഷിറ്റ്. ഓ എൻ്റെ നെറ്റ് പോയി. സാരമില്ല, ഒരു ഗെയിമല്ലേ. എന്നാലും എനിവേ ഗായ്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. നെറ്റ് ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല. മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ മരങ്ങൾ ഒന്നും കടിഞ്ഞു വീഴും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കറണ്ട് പോക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിലെ ഹോട്ട്സ്പോട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കറണ്ട് വന്നാൽ മാത്രമേ ഇനി ശരിയാകത്തുള്ളൂ. അപ്പോൾ പറഞ്ഞെന്ന് മറക്കണ്ട, തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഉറപ്പായിട്ട് ഞാൻ പറയുവാണ്, റെക്കമെൻഡ് ചെയ്യുവാണ്, ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും എടുത്ത് കളിച്ചോ. ബെറ്റർ എക്സ്പീരിയൻസ് എനിക്ക്. കാരണം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ചുമ്മാ ചില്ലറ കളിയൊന്നുമല്ല, ഇത് ഒരു വലിയ കളി തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ കളിച്ചിട്ട് നമ്മൾ പല കാരണങ്ങൾ നോക്കിയാൽ കയ്യിരിക്കുന്ന തോക്ക് നോക്കണം. പിന്നെ നമ്മുടെ ടീംമേറ്റ് എങ്ങനത്തെ ടീംമേറ്റാണ്, അതായത് സഹായിക്കുന്നതാണോ. ടീംമേറ്റ് സഹായിക്കുന്ന ടീംമേറ്റാണ്, അതായത് നമ്മൾ റിവൈവ് ചെയ്യുന്നതാണെങ്കിൽ ഒരുവിധം നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മുടെ ടീംമേറ്റ് കൂട്ടം ചേർന്ന് അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ കിട്ടും. എന്നെ നോക്കണ്ട, ഞാൻ ഇത്തിരി ഇൻഡിവിജ്വലി കളിക്കുന്ന ടീംസാണ്. അതായത് എനിക്കറിയാം അവന്മാർ ബിഗിനേഴ്സ് ആയത് തന്നെ അവന്മാർ എന്നെ കണക്കന്നെ അങ്ങോട്ട് തേരാപ്പാല പോകത്തുള്ളൂ, കൂട്ടം കൂടി നിൽക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ നോക്കണം. എൻ്റെ കണക്ഷൻ കട്ടായിപ്പോയി. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.